എനിക്ക് എന്റെ ദേഷ്യം കൂടെ വരുന്നത് 1.5 മണിക്കൂറായിട്ട് ഇരിക്കുവാന്നേ. കൊല്ലം കയറി കൊത്തണ്ടേ? കാരി കൂരി കരിമീൻ കുഞ്ഞുങ്ങളെ കള്ളക്കൊത്ത് കുത്തിയാ കണ്ണി ഞാൻ കുത്തിമുട്ടി. അല്ലാത്ത കഷ്ടമല്ലേ ഈ ഇത്. മീനൊക്കെ എന്നെ കാണുമ്പോഴും അമ്പലത്തിൽ അശോകം നോക്കുന്ന പോലെ ഇങ്ങനെ നോക്കിയിട്ട് പോവാന്ന്. ഒരെണ്ണം മര്യാദയ്ക്ക് സുരേഷ് വെളിയിൽ ഇറങ്ങിക്കുന്നു. സുരേഷ് എടാ, ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്ന സുരേഷ് വൈകിട്ട് കാണാം. അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ പോകുന്ന മുണ്ട് നേരെ പിടിച്ചിട്ടാ. മുണ്ട് 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 അതല്ല വൈകിട്ട് കാണാം. ഒരു ഓളവും ബഹളം ഇല്ലാതായി പോലോടെ ഇന്നത്തെ ദിവസം. വന്നാട്ടെ, ഒരു കാര്യമില്ല. രാവിലെ വന്നിരിക്കുന്ന രാവിലെ 6 മണിയായപ്പോ വന്നിരിക്കാൻ തുടങ്ങിയതാ. അനക്കൊന്നുമില്ലേ? ഒരനക്കവും ഇല്ല, ഒരോളവും ഇല്ല. ഇത്ര നേരമായിട്ടോ? ഇത്ര നേരമായിട്ട് ഒരു അനക്കവും ഇല്ല. നോട്ടെ, ഇങ്ങനെ അനക്കുന്ന കാര്യമാണല്ലോ പറഞ്ഞു. ഇപ്പൊ അനക്കൊണ്ടല്ലോ നന്നായിട്ട്. ഇപ്പൊ അനക്കൊണ്ട് ഉള്ള മീനൂടെ പോയില്ലേ? സംഭവം പറയട്ടെ. എന്താ സംഭവം? നമ്മുടെ അംഗൻവാടി ടീച്ചറില്ലേ, അമ്മണി ടീച്ചർ. അമ്മണി ടീച്ചർ നമ്മുടെ അംഗൻവാടിയില്ലേ? നമ്മൾ ബഹുമാനിക്കില്ലേ? നമ്മൾ കാണുമ്പോ തന്നെ മുണ്ടൊക്കെ കഴിച്ചിട്ട്. അയ്യോ, ഞാൻ സിഗരറ്റ് വലിക്കണം അപ്പൊ തന്നെ ഞാൻ താഴെ ഇട്ട് കിടത്തും. മുണ്ടാണെങ്കിൽ അപ്പൊ തന്നെ ഉടുത്ത് അല്ല മടക്കി കൊടുക്കും. അംഗൻവാടിയിൽ ആരാ ശരിക്കും വന്നത്? അംഗൻവാടി വരുന്നത് 1.5 വയസ്സുള്ള പിള്ളേര് ആണല്ലോ. അതെ ആണല്ലോ. അതെ, റൂട്ട് മാറിയിപ്പ. അമ്മണി ടീച്ചറോ? 3 വർഷം മുമ്പ് 10 മരിച്ചു പോയ പെണ്ണുപിള്ളയുടെ കാര്യമാണ് പറഞ്ഞത്. അതേന്ന്. എന്ത് സംഭവം? എന്തോ റൂട്ട് മാറിയെന്ന് പറഞ്ഞാൽ ഇപ്പൊ കൊച്ചു പിള്ളേരിൽ വിളിക്കട്ടെ, കൊച്ചു പിള്ളേര് അല്ല വന്നെ, പിന്നെ ആരാ വരുന്നത്? മുതിർന്ന ആൾക്കാരാ. നീ കണ്ടെങ്കിലേ പറയാം, ആവശ്യമില്ലാത്ത വർത്തമാനം പറയരുത്. 1.5 വയസ്സുള്ള പിള്ളേരെ പഠിപ്പിക്കുന്ന ആളുടെ കാര്യം പറയും. ഞാൻ കണ്ട്. എന്ന്? കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ അതിലെ പോരുമ്പോ അതിന്റെ അകത്ത് വലിയ മുതിർന്ന ആൾക്കാരാ. ടീച്ചറും ഉണ്ട് അവിടെ. ഒരൊറ്റ അടിയിട്ട് വരും. വെള്ളിയാഴ്ച രക്ഷകർത്താക്കളുടെ മീറ്റിംഗ് ആയിരുന്നു. അതാ വലിയ ആൾക്കാരോടെ കാണാതെ കേൾക്കാതെ ദൈവത്തെ ഓർത്ത് ഇങ്ങനെ വലിയ വലിയ ആൾക്കാരുടെ കാര്യം പറയും. എന്നാലും പുള്ളിക്കാരി ശരിയൊന്നുമല്ല, കാണാനൊക്കെ രസമുള്ള കാരണം കൊണ്ട്. ഒരു ശരിക്കാടും ഇല്ല, നല്ല ഇതാ. നീ അമ്മ ഇല്ലായ്മയൊക്കെ പറയുക. നിനക്ക് വീട്ടിലെങ്ങാനും കുളിക്കാൻ പാടില്ലേ? പിന്നെ മുങ്ങി കുളിക്കുന്ന സുഖം വീട്ടിൽ കുളിച്ചാൽ കിട്ടണം. മുങ്ങി കുളിയുടെ സുഖം വീട്ടിൽ കിട്ടുന്നത് അത് പിന്നെ ഇനി ഇവിടെ നിന്ന് ചൂണ്ടേറണ്ട കേട്ടോ നമുക്ക്. ഈ കുളത്തിലേ മുതലേ ഉണ്ട്. മുങ്ങിക്കുളി മുടക്കല്ലോ. അവനിന്ന് പനി ഉറപ്പാ, പനി. മുതലേ ആശ അവനെ തിന്നാന്ന്. നീ ചുമ്മാ ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞത്. മുതലുണ്ടോ ഇതിനകത്ത്? എടാ സത്യമായിട്ടും ഞാൻ നോണ പറയാറുണ്ടോ? എടാ നമ്മൾ ചെറുപ്പം പോലെ പിടിക്കുന്നത് എന്ത് മുതലേ കണ്ട കാര്യം നീ പറയുന്നത്? നീ കഴിഞ്ഞ വെള്ളിയാഴ്ച നീ ചൂണ്ടറാൻ വന്നായിരുന്നോ? നീ വെള്ളിയാഴ്ച ഉള്ള സംഭവം എല്ലാം ഉണ്ടോ? എന്നിട്ട് വന്നായിരുന്നോ? വന്നില്ല. അപ്പൊ എന്നാ സംഭവം അന്ന് അതായത് ഞാൻ ചൂണ്ടയായിട്ട് വന്ന് ചൂണ്ട അങ്ങോട്ട് ഒറ്റ ഏറു എറിഞ്ഞു. ഡോൾഫിൻ വന്ന് പിടിക്കുമ്പോൾ ഒരു ഒറ്റ പിടുത്ത ചൂണ്ടക്കെട്ട്. മുതലയോ? ഒരു ഒറ്റ പിടുത്തം പിടിച്ച് ഈ മുതല എന്നെ അങ്ങോട്ട് വലിച്ചോണ്ട് പോവാണ്. അമരത്തിലെ മമ്മൂട്ടിനെ കൊണ്ടുപോകണോ? അപ്പൊ മുതലിനെ ഇങ്ങോട്ട് ഞാൻ ഇങ്ങോട്ട് വലിക്കും. അപ്പൊ മുതല അങ്ങോട്ട് വലിക്കും. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വലിക്കും. അപ്പൊ മുതല നിന്റെ അപ്പനാണോ മുതല? അപ്പ മുതല അല്ല, ഈ പിടി മുതലായിട്ട് പിടിച്ച കൂട്ടുകാരായിട്ട് വലിക്കാണോ അപ്പത്തരം പന്നി? എടാ മുതലേക്ക് വല്ലതും പറ്റുമോ ഞാൻ ചോദിച്ചേ? മുതലക്കൊന്നും പറ്റില്ല. എന്നിട്ട് അങ്ങനെ വലിച്ചോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വലിച്ച് ഇങ്ങനെ നീട്ടി ഇങ്ങനെ വന്നപ്പോ എന്താ അവന്റെ മുഖം ഇങ്ങനെ കണ്ണു തുറച്ച് ഇങ്ങനെ നിക്കുക, ഉമ്മർ നിൽക്കും പോലെ. ഇങ്ങനെയാണോ ഉമ്മർ നിൽക്കുന്നത്? ഇത് സത്യനല്ലേ? സത്യനല്ലേ ഇങ്ങനെ നിൽക്കുന്നത്? മുതലേക്ക് അറിയാമോ ഈ സത്യനെ ഏതാ ഉമ്മറേതാണോ? അപ്പൊ അങ്ങനെ നിൽക്കണ്. ഞാനിങ്ങനെ വലിച്ച് എന്നെ കണ്ടോടുകൂടി എന്നോടുള്ള പേടി കൊണ്ടാന്ന് തോന്നുന്നു ഇവനൊരു ചീനച്ചട്ടി ഇങ്ങനെ പുറത്ത് ഇങ്ങനെ മറച്ചു വെച്ചിട്ട് കയ്യും കാലും ഇങ്ങനെ വെച്ച് കഴുത്ത് വിട്ടിട്ട് ഇങ്ങനെ അവൻ വരിക. എങ്ങനെ എന്റെ അടുത്തേക്ക് കേറി വരിക. ഇങ്ങനോ? എന്നെ കണ്ട് ദേഷ്യത്തിൽ ഞാനിങ്ങനെ നോക്കിയപ്പോ പതുക്കെ കയ്യും കാലും തല ആ ചട്ടിയുടെ ഉള്ളിൽ കയറ്റി എന്റെ മുട്ടിൽ വന്ന് നിൽക്കണ്. ഒരൊറ്റ ചവിട്ടിയാൻ കൊടുത്തു. കാര്യം പറയുന്നത് തമിഴല്ല, ഇങ്ങനെ ചട്ടിക്കകത്തോട്ട് കയറുന്ന സാധനം ആമ. ആമയാണോ മുതലാന്ന് അറിയാൻ പാടില്ല, ഒരു 1.5 മുതലാണ്. അയ്യോ 1.5 മുതല. കുടുംബശ്രീയിലെ പെണ്ണുങ്ങളെ പോലെ രാവിലെ തുടങ്ങിയല്ല പരദൂഷണം. ഞങ്ങളിങ്ങനെ ഒരു മുതലാന്ന് പറയായിരുന്നു. ഇങ്ങനെ ഒരാളുടെ കാര്യം മുതല ഉണ്ടത് ഇതിനകത്ത്. നീ കണ്ട മുതല കണ്ടിട്ടില്ലേ? ഞാൻ കണ്ടിട്ടില്ല. ഇവനിതിനകത്ത് മുതലേനെ കണ്ടെന്നു. എടാ മോനെ, നീനാടാ? നീനാടാ? ചേച്ചിക്ക് താടാ? ഇല്ലടാ. ചേച്ചിക്ക് താടാ? ഇല്ലടാ.
എന്താന്നടാ ഇല്ല ചേച്ചിയടാ. ചേച്ചി ചോദിച്ചാ തരൂലടാ നീ? ഇല്ല ചേച്ചി, ഇത് നമുക്കേ വീട്ടിൽ കുറെ വിരുന്നുകാർ വന്നിട്ടുണ്ട്. അമ്മയുടെ അനിയത്തിയുടെ മക്കള് വെള്ളപ്പൊക്കം. എടാ എന്റെ വീട്ടിലും ബംഗാളികൾ പണിക്ക് നിക്കണടാ. ചേച്ചിക്ക് താടാ. ചേച്ചി ചോദിച്ചാ തരൂലേ? എന്തടാ? എന്ത് ഒന്നുമില്ലടാ. നിനക്ക് എന്തടാ? താടാ. എന്താടാ? എരിവിട്ട് വെക്കണം, നല്ല എരിവ്. പുകയണം, പുളിയും കൂടി ഇട്ട് വെക്കണേ. എനിക്കറിയാം. ആ എന്ത് നിനക്കൊന്നും പറയാനില്ലേ? ഈ മുഖത്തൊരു ചെറിയൊരു ദുഃഖം. ആണോ? ആ പക്ഷെ നാട്ടുകാരെ എപ്പോഴും പറയും ഇവളുടെ മുഖത്ത് എന്താണ്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്ന്. ആ അപ്പോഴും പറയും, അവിടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയും. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. അതല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിന്റെ ഭർത്താവ് ഒരു 6 മാസമായിട്ട് ഇവിടെ ഇല്ലല്ലോ. ഇല്ലടാ. ഇത് എവിടെ പോയത്? എവിടെ പോയാ എങ്ങോട്ട് പോയാ ഒരു പിടിയില്ലടാ. എന്നാലേ ചിലപ്പോ വല്ല വേറെ പെമ്പിളരെല്ലാം കെട്ടി വേറെ അടുത്ത് വല്ലതും പോയില്ല. അനാവശ്യം പറഞ്ഞു പോയല്ലോ. എടാ ഞാൻ പറയാൻ കാര്യം, ഒരു പാതിരാത്രി പെരുമഴയത്ത് മൂക്കറ്റം കുടിച്ചിട്ട് എന്റെ മണിയറ വാതിൽക്കൽ വന്ന് 2 തട്ട്. എന്റെ ഷെഡിന്റെ വാതിൽക്കലേ വന്ന് 2 തട്ട്. അങ്ങനെ പറ. ഈ തട്ട് തട്ടി ഞാനും എന്റെ മക്കളും കൂടെ രാജമാണിക്ക സിനിമ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വന്ന് വാതിൽ തുറന്നു നോക്കിയപ്പോ കാണാൻ അയാൾ എന്റെ അടുത്ത് ഒറ്റ ചോദ്യം, എന്തെന്ന്? എനിക്ക് എന്റെ മക്കളെ കാണണമെന്ന്. ഞാൻ ഒരു രസത്തിന് വേണ്ടി പറഞ്ഞ്, നീ ആരാണ്, നിനക്ക് എന്തൊരു വേണോന്ന്. ഇതാ ഉടനെ അയാളെ മുഖം ഇത്ര ഉണ്ട്. ഒരു പോക്കങ്ങ് പോയി. 6 മാസമായി. എവിടെ പോയാ എങ്ങോട്ട് പോയാ എനിക്ക് അറിഞ്ഞൂടാ. അമ്മാര് ചോദ്യം ചോദിച്ചേ. അന്യായ ചോദ്യം ചോദിച്ചാൽ ആരായാലും ഇറങ്ങി പോകത്തില്ല. അറിഞ്ഞൂടാ മോനെ, എവിടെ പോയാന്ന് എന്റെ ചേട്ടൻ. ആരെങ്കിലും 2-3 അല്ലേ എവിടെയെങ്കിലും പെമ്പിളാരെ കെട്ടി സുഖമായിട്ട് ജീവിക്കുന്നുണ്ടാവും. എന്റെ നാട്ടിൽ തുറന്നു വരെയാണേ. എന്റെ ചേട്ടൻ അങ്ങനത്തെ ആളൊന്നുമല്ല. ചേട്ടാ ചേട്ടാ നമുക്ക് അറിയാത്ത പോലെ. അറിയാത്ത പോലെ എന്റെ നാക്ക് പുഴുത്തു പോകൂടാ. എന്റെ ചേട്ടനെ കുറിച്ച് അനാവശ്യം പറയണം. നീ ആ മീൻ കൊടുത്തപ്പോ ഓർക്കണായിരുന്നു. ആ നാളെയാണ് സൗഭാഗ്യം. എന്റെ മകൾ സൗഭാഗ്യയുടെ കല്യാണമാണ്. ടിക്കറ്റ് എടുക്കും, നിങ്ങൾ പങ്കെടുക്കും, കവർ തരൂ. സൗഭാഗ്യ. ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് ലോട്ടറി കച്ചവടമാണോ കല്യാണം വിളിയാണോ? അല്ല, എന്റെ കല്യാണം വിളി നടക്കും, ലോട്ടറി കച്ചവടം നടക്കൂല ഈ കൂട്ടത്തിൽ. ഇങ്ങനെ കല്യാണം വിളിച്ചു കഴിഞ്ഞാൽ 1 കോടി രൂപ അടിച്ചാൽ ഇയാളുടെ കൊച്ചന്റെ കല്യാണം നടത്തുമെന്ന് എനിക്ക് തോന്നല്ല. നവംബർ ഉണ്ടോ? നവംബർ ഡിസംബർ ഉണ്ടോ? അതല്ലെന്ത് പിന്നെ നവംബർ, നവംബർ ഓണത്തിന് നവംബർ. ഇയാളെന്തോ ഈ പറയുന്നേ? ലോട്ടറിക്കകത്ത് നവംബർ ഇല്ലേ? അതെന്ത് സംഭവം എനിക്കറിയില്ല. അയ്യോ നവംബർ ഈ വണ്ടിയൊക്കെ ഇടിക്കത്തില്ലേ? വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരു സാധനമില്ലേ? ഓണത്തിനൊക്കെ ഈ മറ്റേ ഇത് വെച്ചാണ് കാറിന്റെ ഫ്രണ്ടിൽ വെക്കുന്നേ പൂക്കുറ്റി അല്ലെന്ന്. എടാ വണ്ടി ആദ്യം കൊണ്ട് ഇടിപ്പിക്കത്തില്ലേ നമ്മള് ഒരു സാധനത്തില്? മുമ്പിൽ ആദ്യം ചെന്നിടിക്കുന്നത് അത് ബമ്പർ. മെമ്പർ മേടിച്ചില്ലേ? അത് മെമ്പർ എടുത്ത് മൊത്തം അടിയുണ്ടോ? ലോട്ടറി അടിയുണ്ടോ? അടി മാത്രം ചിലപ്പോൾ ഇടിയും കിട്ടും. അതല്ലത് ലോട്ടറിക്ക് അടിയുണ്ടോന്ന് അവൻ ചോദിച്ചത്. ഇല്ല, ലോട്ടറിക്ക് അടിയില്ല. ലോട്ടറി എടുക്കണവർ ചിലപ്പോൾ എനിക്ക് അടിക്കാറുണ്ട്. തോൽവിയാണ്. തോൽവിയാണ്. അയ്യോ തെറ്റിപ്പോ. അത് ഞങ്ങൾക്ക് അറിയാം. അതെ കഴിഞ്ഞ പ്രാവശ്യത്തെ വിഷുവമ്പറില്ലേ? കഴിഞ്ഞ പ്രാവശ്യത്തെ വിഷുവമ്പർ അതിന്റെ വസ്ത്രേസ് എനിക്ക് അടിച്ചത്. നിനക്കാ? ടിക്കറ്റ് എന്ത് ചെയ്ത്? കാശിന് അത്യാവശ്യം ഇല്ലാത്തോണ്ട് ഞാൻ കത്തിച്ചു കളഞ്ഞു. ജനിച്ചിട്ട് ഇന്ന് വരെ അവൻ ടിക്കറ്റ് എടുത്തിട്ടില്ല. അവന് ഓണവമ്പർ അടിച്ചത്, വിഷുവമ്പർ അടിച്ചത്. ഒന്ന് ഓടാമെന്ന് വൃത്തിയോട് പറയാം. ചമ്മി. അയ്യോ അതുപോലെ കാക്കയുടെ ആയിരിക്കും. ഇത് ഇത്ര വലിയല്ലോ കാക്കയുടെ? എന്നാലും പട്ടിയുടെ പൂച്ചയുടെ ഒക്കെ ആയിരിക്കും. പട്ടിയുടെ പൂച്ചയുടെ എല്ലാം ഇത്ര വലുതാണത്? ഇത് പട്ടിയുടെയും പൂച്ചയുടെ അല്ലല്ലോ. ഇത് എന്തുവാണ് ഇത്? അതേ പട്ടിയുടെയും പൂച്ചയുടെയും ഒന്നല്ല. പിന്നെ അവളെന്താ പറഞ്ഞിട്ട് പോയത്? ആര്? മല്ലിക എന്താ പറഞ്ഞിട്ട് പോയത്? മീൻ മേടിച്ചിട്ട് അതല്ലെന്ന് 6 മാസമായിട്ട് അയാൾ ഇങ്ങോട്ട് വന്നിട്ടില്ലെന്ന്. അത് പറഞ്ഞാല് അല്ലേ? അയാൾ അവിടെ പോയി. അയാൾ എവിടെ പോയി? കുളത്തിൽ പോയി. ഇത് അവന്റെ എല്ലാണിത്. എപ്പോ? അവന്റെ അല്ല, രവിയുടെ എല്ലാണിത്. രവി കുളത്തിൽ പോയോ? കുളത്തിൽ പോയി. അവന്റെ എല്ലാം പച്ചപ്പുല്ലിന് തീ പിടിപ്പിക്കുന്നവൻ അവനോടാണ് നീ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്? അയ്യോ ഇനിയിപ്പോ അയാൾ നാട്ടിൽ മുഴുവൻ ചെന്ന് പറയത്തില്ലേ? മൊത്തം പ്രശ്നമാവല്ലോ. പോലീസ് ഒരു കാര്യമുണ്ട്, നീയാണത് കൊളത്തിയെടുത്തത്. നീയാണ് പറഞ്ഞത് രവിയുടെ എല്ലാം. ഞാൻ അങ്ങനെ സാക്ഷി വേണം. സാക്ഷി എന്നെ പിടിച്ചാൽ ഞാൻ നിന്റെ പേര് പറയും. ആകെ വിഷയമാകും, മടിയാവും. നീ ഇപ്പൊ ഇത് കുത്തിയെടുത്ത് അതെ ഈ വാർഡിലൊരു മെമ്പർ മാത്രം ഉള്ളത്. എന്താ മെമ്പറേ? എന്താ കാര്യം? എന്താ കാര്യം? എല്ലു പോയി മെമ്പറിന്റെ അത് ഇലക്ഷന് പോയല്ലോ. പിന്നെന്താ കാര്യം? എന്താണെന്ന് കാര്യം എന്താണോ? രവിയുടെ എല്ല് പോയിന്ന്. രവിയുടെ എല്ലു അറിഞ്ഞല്ലേ? രവിയുടെ എല്ല് കിട്ടി. രവിയുടെ എല്ല് കിട്ടിയോ? ആർക്കാ കിട്ടിയത്? എനിക്കാണ്. നമ്മുടെ രവിയുടെ എല്ല് കിട്ടായി. ആണോ? ഇത് രവിയുടെ എല്ലാം ആരാ അറിഞ്ഞത്?
ഞാനാണ് പറഞ്ഞത്. ആരാണ് പറഞ്ഞത് രവിയുടെ എല്ലാം? ആണ്. അതെ, ഹലോ, രവിയുടെ പടം വേണം എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇതാണ് രവിയുടെ ചിത്രം. ഇതിൽ നോക്കി രവിയെ അത് കണ്ടുപിടിച്ചത് മെമ്പറിന്റെ പടം അത്. ആണോ? അയ്യോ, ഇപ്പൊ എന്നെ തപ്പിയെടുത്താണ് ഇവൻ അതിനകത്തുനിന്ന്. അതെ, തപ്പി. ഞാനങ്ങനെ പറഞ്ഞെങ്കിലും കാര്യം എന്താ വെച്ചാലേ, ഈ രവി എന്ന് പറഞ്ഞു ഞാൻ ഒരു ദിവസം രാത്രി ഇതിലിങ്ങനെ നടന്നു പോവായിരുന്നു. അപ്പൊ ഈ രവി ഇങ്ങനെ ഇതിൽ പോകുന്നുണ്ട് പാസ് ചെയ്ത്. ഞാൻ ചോദിച്ചു എവിടെ പോകണമെന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറയും ചന്ദ്രൻ കാണാൻ പോവാന്ന്. രാത്രിയിൽ ചന്ദ്രൻ അവിടെ വന്നത് വെള്ളത്തിൽ വീണ് കിടക്കല് ചന്ദ്രൻ. അങ്ങനെയുണ്ടോ? അങ്ങനെ പിടിക്കാൻ വേണ്ടി അവൻ ചാടിയപ്പോ ബ്ലൊക്കോന്നൊരു ശബ്ദം ഞാൻ കേട്ടു. ബ്ലൊക്കോന്നോ ബ്ലുമോന്നോ എന്താണ് ഒരു ശബ്ദം കേട്ടെ. സംഭവം കേട്ടു. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അന്ന് ചാടിയതാണ് 6 മാസമായിട്ട് കാണാനുമില്ല. അപ്പൊ ചിലപ്പോ രവി തന്നെ ആയിരിക്കും. രവി തന്നെ ഇവിടെ എല്ലാം ആണ്. രവിയുടെ എല്ലാം ഇത് കണ്ടാരോ? രവിയുടെ ഇല്ല. രവിയുടെ അല്ലാതെ കണ്ടോ? ചൂണ്ട നിങ്ങൾ എടുത്തു വെക്കാൻ പറ്റായിരുന്നോ? ഇവിടെ എല്ലാം. അതെ, മല്ലിക അറിഞ്ഞോ? മല്ലിക എന്തിനാ അറിയിക്കുന്നത്? മല്ലിക അരിച്ചൊക്കെ ഇത് വെക്കാനായിട്ട് സ്റ്റാപ്പിൽ കൊടുക്കാൻ പോണ സാധനമല്ലോ ഇത്. പിന്നെ മല്ലിക അവന്റെ പെണ്ണുമ്പിള്ള അറിഞ്ഞോന്നോ? മല്ലിക അത് അതിപ്പോ അവൻ അറിയിച്ചാണ്. അയ്യോ, എനിക്ക് സഹിക്കില്ല, എനിക്ക് സഹിക്കില്ല. സൈക്കിളില്ലെങ്കിൽ പോട്ടെ, നമുക്കൊരു ആക്റ്റീവ മനസ്സിലാക്കാം. അതെ അതെ അതെ. അതല്ല, എനിക്ക് സഹിക്കുന്നില്ല. എടാവേ, അതൊന്ന് കാണിച്ചു കൊടുക്ക. എനിക്ക് കാണണം, എനിക്ക് കാണണം. അത് അങ്ങനെ വെക്കല്ല, ഒരു ഇലയൊക്കെ എടുത്ത് വെച്ചാൽ മതി. ഇല ഉണ്ടോ? ഇല വേണ്ട, അവിടെ അങ്ങ് വെക്കത്. അവിടെ വെക്കല്ലേ, അവിടെ ഉറുമ്പോട്ട് അങ്ങോട്ട് മാറ്റി. തെക്ക് വടക്ക് വെക്കരുത്. ചേട്ടാ, ഇതെന്റെ ചേട്ടന്റെ എല്ലല്ല, എന്റെ ചേട്ടന്റെ എല്ല് ഇതല്ല. എന്റെ ചേട്ടന്റെ നട്ടലിന് ഇത്തിരി വളമുണ്ട്. നട്ടല്ല, തൊടയല്ല. അത് നിങ്ങളുടെയാണ്, നിങ്ങളുടെ ചേട്ടന്റെ. അത് അതെ അതെ, ഒരു മൗനം എന്തെങ്കിലും ഒന്ന്. അതെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു മൗനയാത്ര റെഡിയാക്കാം. മൗനയാത്ര മൗനമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. ഒരു ഞാനില്ല കേട്ടോ. അതിനാ എന്റെ തൊണ്ട വയ്യായിരിക്കും. നീ വേണ്ട, ഞങ്ങൾ പ്രാർത്ഥിച്ചോ. അപ്പൊ മൗനം ആചരിക്കട്ടെ. കുളത്തിൽ കിടക്കുന്നവനോട് മൗനമായിട്ടോ. മൗനം ചാവൂ പവൻ. മല്ലികേ, സമാധാനപ്പെട്. പോയത് പോയി കേട്ടോ, ഇനി കിട്ടില്ല. പോയത് പോയില്ലേ? സംഭവിച്ചു സംഭവിച്ചു. പാർക്ക് പോയി, പാർക്ക് പോയി, മല്ലികയ്ക്ക് പോയി. ഇവിടെ എന്നതാണ് കൊത്തുപോയി കേട്ടോ, മാറിയെന്നോ അവിടുന്ന്. എന്ത് മല്ലിക എന്നെ വിളിക്കണ, ഞാൻ പോട്ടാ, ഞാൻ പോട്ടാ, പോട്ടാ ചേട്ടാ. ഈ പഞ്ചായത്തിൽ ആര് കണ്ണിറുക്കി കാണിച്ചാലും വരുന്നവളെ ഇപ്പൊ അതിന്റെ മുമ്പിൽ കിടന്നോണ്ട് കരയുവാ. എന്താ മല്ലികേ, അതെ, പണ്ട് നീ എന്റെ അടുത്ത പഞ്ചായത്തില് നീ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. വിധവ പെൻഷൻ വേണമെന്നും പറഞ്ഞോണ്ട്. ഇവൻ ചാകുന്ന മുമ്പ് തന്നെ ഇവള് വിധവ പെൻഷൻ വേണമെന്ന് പറഞ്ഞോളൂ. ഇപ്പൊ നിന്റെ പ്രാർത്ഥന പോലെ അവൻ നിനക്ക് ഞാൻ വിധവ പെൻഷൻ അങ്ങ് തരും. പഞ്ചായത്തിൽ പറഞ്ഞ് എല്ലാം റെഡിയാക്കിയിട്ട് വിധവ പെൻഷൻ മേടിച്ച് തരാം കേട്ടോ. പനിയുണ്ടോ ചേട്ടാ? നല്ല ചൂടുണ്ടല്ലോ. രാവിലെ ചെറിയൊരു കവക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. പനിയുണ്ട്. കാര്യം ചെയ്യ്, വൈകുന്നേരം വീട്ടിൽ വന്നാ മതി. കരിപ്പൊട്ടി കാപ്പി ഇട്ടുതരാം, നല്ല തുളസി ഇലയും കുരുമുളകൊക്കെ ഇട്ട് വരുമോ? ഞാൻ വരാം. പോണം പോണം. ഞാൻ മെമ്പറുടെ ഭാര്യയോട് പറഞ്ഞേക്കാം. പനിയില്ലല്ലോ, പനിയില്ല. പോയാ? അപ്പൊ ഞാൻ വരുന്നില്ല. നോട്ട് ഇൻട്രസ്റ്റ്. അവിടെ പോയി കരഞ്ഞോ? അതെ, രവിയെ കുറിച്ച് എന്തെങ്കിലും പറയണമെന്ന് എനിക്ക് എന്റെ നാവില്. അതെ, പറയണം പറയണം മെമ്പർ, അത് പറയണം. 2 വാക്ക് പറയണം, സംസാരിക്കണം. അതെ, ഒരു രാത്രിക്ക്, ഈ പാതിരാത്രിക്ക് ഇത് കേൾക്കുന്നുണ്ടോ മല്ലികേ? 1 ലക്ഷം രൂപ പുള്ളി എന്നോട് ചോദിച്ചു ഈ രവി വന്നിട്ട്. അപ്പൊ എന്റെ ചെയ്യിച്ചില്ലായിരുന്നു. ഞാൻ 75,000 രൂപ കൊടുത്തു. അത് ഇതുവരെയായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഇത്രയും ബാധ്യത എനിക്ക് തന്നിട്ടാണ് നിങ്ങൾ പോയത് മുകളിലോട്ട്. കരയണ്ട കരയണ്ട, എനിക്ക് 75,000 വേണ്ട.
നല്ല മനസ്സിന് ഉടമയാ നിങ്ങള്. പക്ഷെ 50,000 രൂപയെങ്കിലും എനിക്ക് കിട്ടണം. അയ്യോ അയ്യോ അത് ഗഡുവായിട്ട് കിട്ടിയാ മതി. ഗഡുവായിട്ട്. അത് അപ്പൊ 50,000 രൂപയുടെ ലഡു ആരാ മേടിച്ചത്? ആരും അതല്ല 50,000 രൂപയുടെ ലഡു നില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ പോയാലും ഷുഗർ വരും. നിങ്ങൾക്ക് ഇത്ര ലഡുവിനോട് കൊതി വന്നെ ഇങ്ങനെ? ഒന്നോ രണ്ടോ ആണെങ്കിൽ ഈ പ്രായം ലഡു അല്ലെന്ന് തവണയായിട്ട് കിട്ടിയാ മതിന്ന്. കവണ വെച്ച് കാശ വിട്ട് കഴിഞ്ഞാൽ തവണയാണോ? എടാ തവണ എന്റെ ഇതാണോ? എടാ നമ്മൾ മാസമായിട്ട് എനിക്ക് തന്നാ അതിനൊരു വാടക്കുന്നത് പോലെ. പിന്നെ ഇവയെ കുറിച്ച് പറയുകയാണ്. ഈ പഞ്ചായത്തില് എന്റെ വാർഡിലുള്ള ഈ മനുഷ്യൻ അത്രക്ക് ചുണക്കുട്ടനായിരുന്നു. അതെ അതെ അതെ. എന്റെ ഇലക്ഷൻ സമയത്ത് എന്റെ കൂടെ നിന്ന് സഹായിച്ച് ഞാൻ ഇത്ര ഒരു വലിയൊരു മെമ്പർ ആക്കിയെടുത്തത് ഈ രവിയാണ്. എനിക്കതിന് സന്തോഷമുണ്ട്. പക്ഷെ എല്ലാരും രവിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാറില്ല. കാരണം ഘട്ടത്തിലുള്ളത് പോവുകയും ചെയ്യരുത്, ഉത്തരത്തിലുള്ളത് എടുക്കുകയും ചെയ്യണം. അങ്ങനെ ഒരു നിലപാടുള്ള ആൾക്കാരാണ്. പക്ഷെ പ്രതിപക്ഷം പറയുന്നുണ്ട് നമ്മളെ കുറിച്ച് പലതും. പക്ഷെ നമ്മളത് അംഗീകരിക്കുന്നില്ല. പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തുന്ന ആളാണ് ഈ പ്രതിപക്ഷമെന്ന്. കൊത്തും കൊത്തും. ആര് കൊത്തും? പാമ്പ്. എന്റെ മൂടാകണം. പാമ്പ് കൊത്തിച്ച് കൊല്ലാനോട് നോക്കണം. ആ മൂർഖം പാമ്പ് ദേഷ്യം കാണിക്കുന്നു കേട്ടോ. എവിടെ ഇരുന്ന് മറന്നുപോലെ എവിടെ ഇരുന്ന് ആ മൂർഖം പാമ്പ് ദേഷ്യം കാണിക്കുന്നുണ്ട്. ഉണ്ടായിരുന്നേ ആണ്ട കടന്നുറങ്ങണം. മൂർഖം പാമ്പല്ല, പാമ്പിയാ. ഉണ്ടല്ലോ. എല്ലും കഷത്തിന്റെ അടുത്ത് പട്ടി കിടക്കണ പോലെ കിടന്ന് കിടക്കണം. മല്ലികേ എന്തിനാ സ്വിച്ച് ഓൺ ചെയ്തത്? ഓണാക്കി കൊടുത്താൽ മതി. നമുക്കൊരു കാര്യം ചെയ്യാം. കൊണ്ടുപോവാ അടക്കണ്ടേ? എല്ലായിടത്തും ഒരാൾ മരിച്ചു കഴിയുമ്പോ സംസാരിക്കത്തില്ലേ? സംസാരിക്കണമെന്നല്ല, പിന്നെ സംസ്കരിക്കണ്ടേ? അത് ചെയ്യണ്ടേ? അത് ചെയ്യണം. അത് ഞാൻ ചോദിക്കട്ടെ, ഇത് കുഴിച്ചിടാണോ അതോ എന്താ ചെയ്യണം? കുഴിച്ചിടാണോ? കുഴിച്ചിടാം. ആണോ? അല്ല, ഒരു കാര്യം ചെയ്യാന്നാ, നമുക്ക് ഈ ഇവിടെ കൊണ്ടുപോയി ഭാരതപ്പുഴയെ കൊണ്ടുപോയി ഒഴുക്കാനുള്ള. എന്റെ ചേട്ടനെ നീന്താൻ അറിഞ്ഞൂടെ? ഭാരതപ്പുഴ വെള്ളം കയറി കിടക്കുക. നീന്താൻ അറിയാം. അതല്ല പറഞ്ഞേ, അവിടെ ഇതിനെ പൊടിച്ച് കുടമൊക്കെ ആയിട്ട് നമ്മൾ അവിടെ സംസ്കരിക്കാൻ കൊണ്ടുപോവാന്ന്. വേണ്ട, ഹിന്ദു ചൂടാൻ സമ്മതിക്കൂല. ഹിന്ദു ചൂടാൻ സമ്മതിക്കൂല. അവിടെ കൊണ്ടൊഴുക്കണ്ടേ? ആ ശരിയാ, ഹിന്ദു കൂടെ സമ്മതിക്കൂല. ഏത് ഹിന്ദുയുടെ? പവിത്ര മുതലാളി ഇങ്ങനെ പോയിപ്പോ അവനെ വരെ തടഞ്ഞാ പുള്ളി. അവിടെ ഒഴുക്കാൻ പറ്റില്ലെന്നും പറഞ്ഞ്. അതാ ഏതാണ് അവിടെ എന്തും പ്രശ്നം. അവിടെ സിനിമയൊന്നും കണ്ടല്ലേ? സിനിമയിലുള്ളതാണോ? ആ മറ്റേ താണ്ഡവം അല്ലേ? നരസിംഹ സിനിമ കാണണം. എനിക്ക് പിടി കിട്ടിയില്ല. ഒരു കാര്യം ചെയ്യാം, ഈ എടുക്കാം. ഇനി ഇപ്പൊ വേറെ നോക്കണ്ട. മല്ലിക എടുക്കാം. അതിങ്ങ് കടിച്ചും കെടുത്തു. കാര്യം ചെയ്, നമുക്ക് എടുക്കാം. ഇത് എന്തിനു ചോദിക്കാണ്ടോ? പോട്ടെ പോട്ടെ പോട്ടെ, ഞങ്ങളൊക്കെ ഇല്ലേ? അയൽക്കൂട്ടം. അയൽക്കൂട്ടോ? പിന്നെ ഒരു ആൾക്കൂട്ടം. ആൾക്കൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞില്ലേ? രവി മരിച്ചോന്ന് രവിയുടെ എല്ല് കിട്ടി. രവിയുടെ എല്ല് കിട്ടി? എവിടെ രവി. ഇതാണോ രവിയുടെ എല്ല്? ഇത് എന്റെ അല്ല. ഇല്ലെന്റെ ഇതെന്റെ അല്ലെന്ന്. ഇത് എന്റെ അല്ലാന്ന്. ഉണ്ടല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം തേങ്ങ ചെത്താൻ കയറിയപ്പോ എന്നെ കൊടുക്കാൻ ഊർന്ന് താഴെ പോയി വെള്ളത്തിൽ പോയി. ഞാൻ എത്ര പ്രാവശ്യം മുങ്ങി നോക്കിയിട്ട് കിട്ടാത്തല്ല. നീ കണ്ടുന്നേ, ഇത് എന്റെ അല്ല സാധനം. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, എന്റെ ചേട്ടന്റെ എല്ല് ഇങ്ങനെ അല്ല. എന്റെ ചേട്ടന്റെ എല്ല് ഇതാ ഇങ്ങനെ ഇരിക്കണത്. ആണോ? ഇത് ആരാ കണ്ടത്? ഇവിടെ വന്നടാ. നീ അല്ലേ കണ്ടത്? എടാ നീ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇവിടെ കിടന്ന പ്രശ്നം ഉണ്ടായി, പോലീസും ഫയർഫോഴ്സും അതിന്റെ ഒക്കെ പൈസ ഞാൻ കൊടുക്കണം. ഞാൻ ചെയ്യില്ല, പറയില്ല. എല്ലാരും പിരിഞ്ഞോ. ഇല്ലെങ്കിൽ ഞാൻ ആകാശത്തേക്ക് തുപ്പി ഒഴിക്കും. ആകാശത്ത് വെടിവെക്കുന്നു. അല്ല, എന്റെ തോക്കില്ലല്ലോ, തുപ്പാനല്ലേ. ആരും പോയല്ലേ? ഒരു വേറൊരു എല്ല് കിട്ടിയിട്ടുണ്ട്. അതെന്റെ അല്ല. അല്ലല്ലോ. അല്ലല്ല. ഉറപ്പാണല്ലോ? ഉറപ്പായിട്ടും അല്ല. അപ്പൊ മെമ്പറേ, ശരിക്കും രവിയുടെ എല്ല് ഇതാണ്. ആണോ? അപ്പൊ ആരും പോകരുത്. എന്നാൽ ഇത് ആരല്ലായിരിക്കും ഇത്?